നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 26 ചൊവ്വാഴ്ചയാണ്. ഇന്നലെ ഇന്ത്യൻ വിപണിയിൽ നിഫ്റ്റിയും സെൻസെക്സും മിഡ് ക്യാപ്പും ഉയർന്നപ്പോൾ നിഫ്റ്റി ബാങ്കാണ് ഇന്നലെ ഇടിവുണ്ടാക്കിയത്. നിഫ്റ്റിയെ ഇന്നലെ സപ്പോർട്ട് ചെയ്തത് IT ഇൻഡെക്സ് ആയിരുന്നു. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. AI ചിപ്പ് നിർമ്മാതാക്കളായ NVIDIAയുടെ ഈ ആഴ്ച പുറത്തു വരാനിരിക്കുന്ന ക്വാർട്ടർ റിസൾട്ടുകൾക്ക് മുന്നോടിയായി US മാർക്കറ്റുകൾ ഒരു ഇടിവിലേക്കാണ് ഇന്നലെ പോയത്. ഇന്നലെ വിപണി ഇടിഞ്ഞെങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച US മാർക്കറ്റുകൾ വളരെ ശക്തമായിട്ടുള്ള ഒരു റാലിയാണ് രേഖപ്പെടുത്തിയത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ജാക്സൺ ഹോളിൽ ഫെഡറൽ റിസർവ് ചെയർമാൻ ശ്രീ ജെറോം പവൽ നടത്തിയ സ്പീച്ച് തന്നെയായിരുന്നു. സെപ്റ്റംബറിൽ ഒരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടായിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനകൾ അദ്ദേഹം നൽകിയതാണ് വിപണി ഉയരാൻ കാരണമായത്. അതിനെ തുടർന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ് ഇന്നലെ ഇന്ത്യൻ വിപണിയിലും ഉണ്ടായത്. ഇനി വെള്ളിയാഴ്ചയാണ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വരുന്നത്. ഫെഡറൽ റിസർവിന്റെ ഇൻഫ്ലേഷൻ അളക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ആയിരിക്കും ഇത്. ഇനി ഇന്നലെ US-ൽ S&P 500-ലെ 11-9 ഇൻഡീസസുകളും ഇടിഞ്ഞു തന്നെയാണ് ക്ലോസ് ചെയ്തത്. കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് കൺസ്യൂമർ സ്റ്റാപ്പിൾസ് ആയിരുന്നു. അടുത്തതായി US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇൻഫോസിസ് 0.06% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.35% നേട്ടത്തിൽ. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.19% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.59% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി 0.34% ഇടിവിലും ക്ലോസ് ചെയ്തു. അടുത്തതായി യൂറോപ്യൻ മാർക്കറ്റിലേക്ക്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത് മിക്സഡ് ആയിട്ടായിരുന്നു. ഇതിൽ ഫ്രാൻസ് മാർക്കറ്റ് CAC 1.64% കനത്ത ഇടിവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സർക്കാരിന്റെ ബഡ്ജറ്റ് പദ്ധതികളെ കുറിച്ച് അടുത്ത മാസം പാർലമെന്റിൽ വിശ്വാസ വോട്ടെടുപ്പ് നേരിടേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി ഫ്രാങ്കോയിസ് ബെയ്റു പറഞ്ഞതിനെ തുടർന്ന് ഫ്രാൻസിന്റെ ഓഹരി വിപണികൾ കനത്ത ഇടിവിലാണ് ക്ലോസ് ചെയ്തത്. ഇനിയിപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു ബ്രേക്കിംഗ് ആയിട്ടുള്ള വാർത്ത കൂടിയുള്ളത്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെഡ് ഗവർണർ ആയിട്ടുള്ള ലിസ കോക്കിനെ ആ തൽസ്ഥാനത്ത് നിന്നും റിമൂവ് ചെയ്യുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. മറ്റ് അസറ്റ് ക്ലാസുകളിൽ ബിറ്റ്കോയിനിൽ വീണ്ടും ഒരു ഇടിവാണ് വന്നിരിക്കുന്നത്. $109,000 ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ 0.1% നേട്ടത്തിലാണ് സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 74,440 രൂപയാണ്. അടുത്തതായി ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ബ്രന്റും WTIയും നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ദിവസമായിരുന്നു ഇന്നലെ. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 1.6% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. WTI 1.8% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.34% ഇടിവിലും WTI 0.42% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ടോപ്പ് ഹൈലൈറ്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്തകൾ നമ്മൾ അടുത്ത മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റ് മുതൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 55% ഡിസ്കൗണ്ടോടുകൂടി ഇപ്പോൾ ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം കൂടിയുണ്ട്. ഇന്നത്തെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത കൂടിയുള്ളത്, GST പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള വലിയൊരു അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നു. ആ ഒരു വാർത്തയിലേക്കാണ്. ഉത്സവ സീസണിൽ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ GST പരിഷ്കരണങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, FMCG, വീട്ടുപകരണങ്ങൾ, കാറുകൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയിൽ പലതിനും നിരക്ക് കുറയ്ക്കൽ വരുന്നു. സെപ്റ്റംബർ 22 നവരാത്രിക്ക് മുൻപോ അല്ലെങ്കിൽ സെപ്റ്റംബർ പകുതിയോടുകൂടി തന്നെയോ ഈ നിരക്ക് കുറയ്ക്കൽ പ്രാബല്യത്തിൽ വരും എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. മാറ്റങ്ങൾ അന്തിമമാക്കാൻ GST കൗൺസിൽ സെപ്റ്റംബർ 3-4 തീയതികളിൽ യോഗം ചേരും. പുതിയ GST സംവിധാനത്തിന് 2 സ്ലാബുകൾ ഉണ്ടായിരിക്കും. 5%, 18% മുൻപ് തന്നെ ഈ വാർത്തയുടെ ഗുണം ഏറെക്കുറെ ലഭിച്ചത് കൊണ്ട് തന്നെ ഇനി എത്തരത്തിലായിരിക്കും ഇമ്പാക്റ്റ് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം Paytm എന്ന കമ്പനിയെക്കുറിച്ചുള്ള വാർത്ത. 2025 പുതിയ ഓൺലൈൻ ഗെയിമിംഗ് ആക്ട് കാരണം അവരുടെ ഗെയിമിംഗ് വിഭാഗമായ ഫസ്റ്റ് ഗെയിംസ് റിയൽ മണി ഗെയിമിംഗ് നിർത്തിവെച്ചു. മറ്റൊരു കമ്പനി മുക്ക പ്രോട്ടീൻസ് ആണ്. കമ്പനിക്ക് 34.5 മില്യൻ്റെയും 43.7 മില്യൻ്റെയും വിലമതിക്കുന്ന 2 നികുതി പിഴ നോട്ടീസുകൾ ലഭിച്ചു. മറ്റൊരു കമ്പനി സായ് ലൈഫ് സയൻസസ് എന്ന കമ്പനിയാണ്. TPG ഏഷ്യ അവരുടെ കമ്പനിയിലെ 14.72% ഓഹരികൾ 2,500 കോടി രൂപ വിലയ്ക്ക് ഒരു ബ്ലോക്ക് ഡീൽ വഴി ഓഹരി ഒന്നിന് 860 രൂപയ്ക്ക് വിൽക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നു. അടുത്ത 3M ഇന്ത്യ എന്ന കമ്പനി അസീം ജോഷി പ്രസിഡന്റും MD-യുമായി നിയമിക്കുന്നു. 2025 ഒക്ടോബർ 13 മുതൽ പ്രാബല്യത്തിൽ വരും. അടുത്തത് JK ബാങ്ക് ആണ്. ബോർഡ് ശങ്കര സുബ്രഹ്മണ്യൻ കൃഷ്ണനെ 2028 മാർച്ച് മുതൽ നോൺ എക്സിക്യൂട്ടീവ് പാർട്ട് ടൈം ചെയർമാനായി നിയമിച്ചു. മറ്റൊരു കമ്പനി ടാറ്റ മോട്ടോഴ്സ് ആണ്. NCLT മുംബൈ ടാറ്റ മോട്ടോഴ്സ് CML കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്
ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് എന്നിവ ഉൾപ്പെടുന്ന പുനഃസംഘടനാ പദ്ധതി അംഗീകരിച്ചു. അടുത്തത് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയാണ്. 2026 സാമ്പത്തിക വർഷത്തിൻ്റെ 3ാം പാദത്തോടെ തങ്ങളുടെ കപ്പലിൽ 2 പുതിയ കപ്പലുകൾ, അതായത് ഒരു ക്രൂഡ് കാരിയറും ഒരു ബൾക്ക് കാരിയറും വാങ്ങുന്നു എന്നൊരു വാർത്ത കമ്പനി പറഞ്ഞു. ഈ ഡെലിവറിക്ക് ശേഷം മൊത്തം കപ്പലുകളുടെ എണ്ണം 40 ആയിരിക്കും. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്ക്, ടിറ്റാഗ്ര റെയിൽ സിസ്റ്റംസ് തുടങ്ങിയവയാണ്. ഇനി ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ഓപ്ഷൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 2466 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 3177 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ വിപണിയിലേക്ക് ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.19% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 0.72% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 24,937 എന്ന നിലയിലാണ്. 56 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 40 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 24,968 98 പോയിന്റ്സ് ഉയർന്നാണ്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ ഇന്നലെ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. വെള്ളിയാഴ്ച നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്നത് ഒരു ലോങ് റെഡ് ക്യാൻഡിലാണ്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെ ആയിരിക്കും. വെള്ളിയാഴ്ചത്തെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സോണിൻ്റെ അപ്സൈഡ് വരെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഡൗൺ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 24,670 പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്, ഒരുപക്ഷെ വെള്ളിയാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ഏതായാലും നിഫ്റ്റി ഇന്നലെ വെള്ളിയാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്യാതിരുന്നതും കൂടാതെ ആ ഒരു ബുള്ളിഷ് ഗ്യാപ്പ് ഏരിയ, ഡൗൺ സൈഡിലെ ആ ഒരു ബുള്ളിഷ് ഗ്യാപ്പ് ഏരിയ ഫിൽ ചെയ്യാതിരുന്നതും ഒക്കെ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ കാണാം. നിഫ്റ്റിയിൽ 20 ഡേ 50 ഡേ EMIകൾ വരുന്നത് 24,970 980 ലെവലിനുള്ളിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാവാൻ സാധ്യതയുള്ളൊരു സോണാണ്. ഏതായാലും കഴിഞ്ഞ 6 ട്രേഡിംഗ് ദിവസങ്ങളായിട്ടും ഈ ഒരു ബുള്ളിഷ് ഗ്യാപ്പ് ഏരിയ ഫിൽ ചെയ്യാത്തത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,900-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,139 10 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഒരു ഡോജി ക്യാൻഡിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ഫോം ആയിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,000-ലാണ് 100 ഡേ EMI ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയയാണ്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 54,920 ഓഗസ്റ്റ് 8-ാം തീയതിയുടെ ലോ ആയിട്ടുള്ള ഒരു ലെവൽ കൂടിയാണത്. അതായത് ആ ഒരു കൺസോൾട്ടേഷൻ്റെ ലോവർ എൻഡാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് 54,440 മുതൽ 53,880 വരെയുള്ള ആ ഒരു സോൺ തന്നെയായിരിക്കും. അപ്സൈഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ലെവൽ 55,300 മുതൽ 55,400 വരെയുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ പ്രധാനപ്പെട്ട ഒരു ഹേർഡിലാവാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു മുഖ്യമായിട്ടുള്ള കാര്യം ഉള്ളത്, ഇപ്പോൾ മാർക്കറ്റ് ഒരു സൈഡ് വേസിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി പ്രധാനപ്പെട്ട നമ്മൾ നൽകുന്ന എഡ്യൂക്കേഷണൽ വ്യൂസ് നൽകുന്ന സ്റ്റോക്കുകൾ നല്ല റിസൾട്ടാണ്, നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സൈഡസ് ലൈഫ് ജൂൺ 5-ാം തീയതി നമ്മൾ പറഞ്ഞ ആ ഒരു സ്റ്റോക്ക് 955-ൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. 1029 വരെയാണ് ഇന്നലെ അപ്പായത്. അതായത് നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് സ്റ്റോക്കിൽ ലഭിച്ചത്. അതുപോലെ ചാലറ്റ് ഹോട്ടൽസ് 3 ദിവസം കൊണ്ട് ഏകദേശം 7% സ്റ്റോക്കിൽ നേട്ടമുണ്ടാക്കിയത്. അതായത് ഒത്തിരിയേറെ സ്റ്റോക്കുകളാണ് നമ്മൾ എഡ്യൂക്കേഷണൽ വ്യൂസ് നൽകിയ സ്റ്റോക്കുകൾ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക ഓഫർ കൂടിയുള്ളത്, ഓണത്തോടനുബന്ധിച്ച് 3 മാസത്തേക്കുള്ള നമ്മുടെ കോഴ്സ് ഫീയിൽ ഏകദേശം 55% ഡിസ്കൗണ്ടാണ് വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വെറും 1,299 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുക. ഇന്നിവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.